ഇറാനിയൻ ജനത പ്രതിഷേധം തുടരണമെന്ന് കിരീടാവകാശി പഹ്ലവി. ഇറാനിലെ മുൻ കിരീടാവകാശിയും പ്രവാസിയുമായ റസ പഹ്ലവി ബുധനാഴ്ച നടന്ന പ്രതിഷേധങ്ങളിൽ രാജ്യവ്യാപകമായി ഉണ്ടായ അതിശയകരമായ ജനപങ്കാളിത്തത്തെ പ്രശംസിച്ചു. ഇറാനികൾ അടുത്ത ഘട്ടത്തിലുള്ള ഏകോപിത പ്രകടനങ്ങൾക്ക് തയ്യാറാണെന്നതിന്റെ നിർണായക സൂചനയാണിതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്റെ സഹനാട്ടുകാരെ, ജനുവരി 7 ഇറാനിലുടനീളമുള്ള നിങ്ങളുടെ സാന്നിധ്യം അതിശയകരമായിരുന്നു. ഇത് നാളത്തെ പദ്ധതിക്കുള്ള സന്നദ്ധതയുടെ പ്രഖ്യാപനമാണ്. തീർച്ചയായും ഭരണകൂടം വളരെയധികം ഭയപ്പെട്ടിരിക്കുകയാണെന്നും വീണ്ടും ഇന്റർനെറ്റ് വിച്ഛേദിക്കാൻ ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ ഞങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ആശയവിനിമയം വിച്ഛേദിക്കപ്പെടില്ലെന്ന് അറിയുക. ഇറാനിലെ ലക്ഷക്കണക്കിന് സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഇറാൻ ഇന്റർനാഷണൽ മനോട്ടോ ടെലിവിഷൻ നെറ്റ്വർക്കുകൾ വഴിയോ ആകട്ടെ. എന്നാൽ ഭരണകൂടം അത്തരമൊരു തെറ്റ് ചെയ്യുകയും ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ സാന്നിധ്യം തുടരാനും തെരുവുകൾ ഏറ്റെടുക്കാനുമുള്ള മറ്റൊരു ആഹ്വാനമായിരിക്കും. ഈ രീതിയിൽ നിങ്ങൾ ഈ ഭരണകൂടത്തിന്റെ ശവപ്പെട്ടിയിൽ മറ്റൊരാണിയടിക്കുമെന്നും പഹ്ലവി പറഞ്ഞു. നേരത്തെ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ ഇറാനികൾ എക്കാലത്തേക്കാളും പ്രതിജ്ഞാബദ്ധരാണെന്ന് പഹ്ലവി ഊന്നി പറഞ്ഞു. ഇത് ഇറാൻ ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൽ നിന്ന് സ്വയം മോചിതരാകാനുള്ള അവസരമായി സൂചിപ്പിക്കുന്നു. ഫോക്സ് ന്യൂസ് അവതാരകൻ ഷോൺ ഫാനിറ്റയോട് സംസാരിച്ച പഹ്ലവി പറഞ്ഞു, ഇത്രയും വർഷത്തിനിടയിൽ ഇന്ന് ഇറാനിൽ കാണുന്നത് പോലുള്ള ഒരു അവസരം ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകം കണ്ടതുപോലെ ഈ ഭരണകൂടത്തിന് അന്ത്യം കുറിക്കാൻ ഇറാനിയൻ ജനത മുമ്പത്തേക്കാളും പ്രതിജ്ഞാബദ്ധരാണ്. ഇറാനിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള പ്രകടനങ്ങളാണ് നടക്കുന്നത്. 100-ലധികം നഗരങ്ങളിൽ സ്വേച്ഛാധിപതിക്ക് മരണം, ഈ ഭരണകൂടത്തിന് അന്ത്യമെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ദശലക്ഷക്കണക്കിന് ആളുകൾ തെരുവുകളിൽ ഇറങ്ങി. ദൈവത്താൽ ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൽ നിന്ന് സ്വയം മോചിതരാക്കാൻ ഇറാൻ അവസരം ലഭിക്കേണ്ട സമയമാണിത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാർ റിപ്പോർട്ട് അനുസരിച്ച് ജനുവരി 6 അവസാന ഡേറ്റ കട്ട് ഓഫ് ചെയ്തതിനു ശേഷം ഇറാനിൽ 21 പ്രവിശ്യകളിലായി 89 പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പടിഞ്ഞാറൻ ഇറാനിലും ചെറുതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലാണ് പ്രധാനമായും പ്രതിഷേധങ്ങൾ നടക്കുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം അക്രമവും മാരകമായ ബലപ്രയോഗവും തുടരുന്നു. ചഹർമഹൽ, ബക്തിയാരി, ഇലാം പ്രവിശ്യകളുടെ ചില ഭാഗങ്ങളിൽ ഭരണകൂടം ഇന്റർനെറ്റ് ആക്സസ് തടസ്സപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ലോർഡഗൻ, ചാഹർമഹൽ, ബക്തിയാരി പ്രവിശ്യകളിൽ നടന്ന പ്രതിഷേധത്തിനിടെ 2 ലോ എൻഫോഴ്സ്മെന്റ് കമാൻഡ് ഉദ്യോഗസ്ഥരെയും ഇലാം പ്രവിശ്യയിലെ മലേക് ഷാഹിയിൽ ഒരു അജ്ഞാത സുരക്ഷാ സേനാംഗത്തെയും പ്രതിഷേധക്കാർ കൊലപ്പെടുത്തിയതായി ജനുവരി 7 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് അഫിലിയേറ്റഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.